രാമപുരത്ത് 10,000 പങ്കെടുത്ത ക്രൈസ്തവ മഹാസമ്മേളനം പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെയും DCMS സപ്തതി ആഘോഷങ്ങളുടെയും ഭാഗമായാണ് ക്രൈസ്തവ മഹാസമ്മേളനം നടന്നത്. രാമപുരം പള്ളി മൈതാനത്തെ വിശാലമായ വേദിയിൽ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിന്റെയും DCMS സംഘടനയുടെ സപ്തതി വർഷാചരണത്തിന്റെയും ഭാഗമായാണ് രാമപുരത്ത് ക്രൈസ്തവ മഹാസമ്മേളനം സംഘടിപ്പിച്ചത്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ കബറിടത്തിൽ സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ക്ലിമിസ് കത്തോലിക്ക ബാവ ദീപം തെളിയിച്ചതോടെയാണ് മഹാസമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. സമ്മേളനവേദിയിൽ മുഖ്യാതിഥിയായി സംസാരിച്ച ക്ലിമിസ് പിതാവ് രാജ്യവും ഭരണഘടനയും പൗരന്മാർക്ക് നൽകുന്ന സുരക്ഷിതത്വ ബോധത്തിൽ മുറിവുകൾ ഉണ്ടാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഭരണഘടനയ്ക്ക് തന്നെ അപമാനമാണ്. നമ്മുടെ ദേശം എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഇടമാകട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. സാമൂഹിക സാഹചര്യങ്ങൾ ഒരുപോലെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സംവരണത്തിലെ വിവേചനം നീതിരഹിതവും മനുഷ്യത്വരഹിതവുമാണെന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞു. അവര് ഏത് മേഖലയിലാണ് ഒരു വലിയൊരു ആശങ്കയാണ്. നമ്മുടെ ഏറ്റവും മിടുമിടുക്കരായ കുട്ടികൾ +2 ഒക്കെ ശേഷം എവിടെയോ പോയി അപ്രത്യക്ഷരാവുകയാണ്. അവരെവിടെയോ പോയി അപ്രത്യക്ഷരാവുകയാണ്. നാട്ടിലൊക്കെ നല്ല നിലകളിൽ പ്രശോഭിക്കേണ്ട നമ്മുടെ ചെറുപ്പക്കാര് ഏതോ യൂറോപ്യൻ രാജ്യത്തെ ഏതോ കുഗ്രാമത്തിലെ ഏതോ ഒരു നഴ്സിംഗ് ഹോമിലെ ഏതോ ഒരു നേഴ്സായിട്ടോ ഏതോ ഒരു ജീവനക്കാരനായിട്ടോ ഏതോ ഒരു ജോലിക്കാരനായിട്ടോ ജീവിതം അങ്ങ് തള്ളിവിടുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു സമൂഹത്തിന്റെ സമ്പത്താണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. സമ്മേളനത്തിൽ പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായിരുന്നു. DCMS പാലാരൂപതയുടെ ഹൃദയഭാഗമാണെന്നും രൂപതാംഗങ്ങളിൽ 1/6 ഭാഗം ദളിത് ക്രൈസ്തവരാണെന്നും ബിഷപ്പ് പറഞ്ഞു. 4 ലക്ഷത്തോളം വരുന്ന രൂപതാംഗങ്ങളെ കരങ്ങൾക്കുള്ളിൽ കാത്തു സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ സന്നിഹിതനായിരുന്നു. രാവിലെ നടന്ന ദേശീയ സിംബോസിയത്തിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ദളിത് വിമോചനത്തിന് വഴികാട്ടി എന്ന വിഷയം ചർച്ച ചെയ്തു. സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായിരുന്നു. ഫാദർ തോമസ് വെട്ടുകാട്ടിൽ മോഡറേറ്ററായിരുന്നു. ക്രൈസ്തവ മഹാസമ്മേളനത്തിൽ ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം അനുഗ്രഹ പ്രഭാഷണം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ജൂബിലി സന്ദേശം നൽകി. നിയമപരമായിട്ടുള്ള സാധ്യതകളും പ്രശ്നങ്ങളും വരുന്നുണ്ട്. എത്രയോ തവണ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. 1950 സത്യത്തിൽ ഇത്തരം അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടു. തുടർന്ന് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ഇന്ത്യൻ പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ സാധ്യതകൾ രൂപപ്പെടുത്താനായിട്ട് സാധിക്കില്ല. തുടർന്ന് സുപ്രീം കോടതിയിൽ SCBC നൽകിയിട്ടുള്ള കേസും അതിന്റെ ഭാഗമായി തുടർന്നു വരുന്നു എന്നതിനപ്പുറത്തോട്ട് റിസൾട്ടാകാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള ദുഃഖകരമായ കാര്യങ്ങളുണ്ട്. MPമാരായ ജോസ് കെ മാണി, ആന്റോ ആന്റണി, MLAമാരായ മോൻസ് ജോസഫ്, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പാലാരൂപത പ്രോട്ടോസിഞ്ചല്ലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തലത്തിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മോൺസിഞ്ഞോർ ജോസഫ് കണിയോളയ്ക്കൽ, DCMS സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവുങ്കൽ, DCMS രൂപതാ പ്രസിഡന്റ് ബിനോയ് ജോൺ, ബിന്ദു സെബാസ്റ്റ്യൻ, രാജീവ് കൊച്ചുപറമ്പിൽ, ഫാദർ ബെർക്കുമൻസ് കുന്നുംപുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. രാമപുരത്തിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് നടന്ന ക്രൈസ്തവ മഹാസമ്മേളനത്തിൽ 10,000 പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.